ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. എൻ്റെ വീട് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൻ്റെ അടുത്തുള്ള പെരപ്പംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ സമൂഹ മാധ്യമം വഴിയാണ് ആശാകിരണി ഇമിഗ്രേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെടുന്നത്. അവർ ഞങ്ങൾക്ക് എന്നോട് തന്നിട്ടുള്ള ഉറപ്പ് ഇതായിരുന്നു, സ്ലൊവേനിയയിൽ പോയിട്ട് ജർമ്മൻ അഡാപ്റ്റേഷൻ കോഴ്സ് പഠിക്കാം, ഒപ്പം അവിടെ പാർട്ട് ടൈം ജോലിയും കിട്ടുമെന്നായിരുന്നു. അത് പ്രകാരം ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. 2023 ഞാൻ പ്രോസസ്സിംഗ് തുടങ്ങി. എന്നോട് 2024 പോകാമെന്ന് പറഞ്ഞിരുന്നു. അതവർ വലിച്ചു നീട്ടിയിട്ട് 2025 മാർച്ച് വരെ എത്തിച്ചു. അതിനിടയ്ക്ക് വെച്ചിട്ട് കുറേ കാലയളവിൽ ഞാൻ ഈ കാശൊക്കെ തിരിച്ചു ചോദിച്ചപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, തരില്ല, ഇനി കാശൊന്നും തിരിച്ചു തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണുണ്ടായത്. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അറിഞ്ഞത് ഇവർ തന്നിട്ടുള്ള വിസ വ്യാജമാണെന്നും, അതായത് അത് സെക്കൻഡറി സ്കൂൾ പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള വിസയാണെന്നും, ഞങ്ങൾക്കെല്ലാം ഏജ് 26 മേളിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റുഡന്റിന്റെ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങളോട് അറിയിച്ചിരുന്നില്ല? ഇല്ല, ഒരിക്കലും അറിയിച്ചിരുന്നില്ല. അവരിത് അറിയിച്ചിരുന്നില്ല. നിങ്ങൾ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നേരിട്ട് ബന്ധപ്പെടായിരുന്നു? ഇല്ല, ഞാൻ സമൂഹ മാധ്യമം വഴി, ഞാൻ പിന്നെ ഫോൺ വഴിയാണ് ബന്ധപ്പെട്ടത്. സോഷ്യൽ മീഡിയ വഴിയാണ്? അതെ. പരസ്യം കണ്ടിട്ട് തന്നെയാണ്. പരസ്യം കണ്ടിട്ട് വിളിച്ചു. പിന്നെ അത് മനുഷ്യക്കച്ചവടം അവർ നടത്തിയിരുന്നതും, മനുഷ്യക്കച്ചവടം, അതെ, മനുഷ്യക്കടത്തും കച്ചവടം, ഇത് രണ്ടുമാണ് അവർ നടത്തിയിരുന്നത്. അതായത് അടിമക്കച്ചവടം പോലെ അവിടെ കൊണ്ടുപോയി വിൽക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെയുള്ള, പിന്നെ കുറച്ചധികം സ്റ്റാഫ് ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മേസ്ത്രി പണിക്ക് മറ്റുമൊക്കെ ആക്കി. അവർക്കൊന്നും അറിയത്ത് പോലുമില്ല. അപ്പം പിന്നെ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന് വേറെ കുറച്ച് എന്താ പറയുക, ഹോട്ടലിലാക്കിയിട്ട് അവരെ നിന്ന് 2000 യൂറോ ഇത് മേടിച്ചു. അപ്പോൾ ആ ഹോട്ടലിൽ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്തിട്ട് നിർത്താൻ പറ്റില്ല. സോ ഇനി അവർ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുന്നുണ്ട്, നഴ്സസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ലൊവേനിയ കൊണ്ടുപോയിട്ട് ജർമ്മൻ ഭാഷ, സ്ലൊവേനിയൻ പഠിപ്പിക്കും. ജർമ്മനാണ് അവിടെ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കും. തെറ്റിദ്ധാരണയാണ്. സ്ലൊവേനിയൻകാർക്ക് സ്ലൊവേനിയൻ ലാംഗ്വേജ് മാത്രമേ അറിയാവൂ. ഇംഗ്ലീഷ് വളരെ വിരളം, ആർക്കും അങ്ങനെ അറിയത്തില്ല, അവർ സംസാരിക്കില്ല. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഷ മാത്രമാണ്. ചാലക്കുടിയിലുള്ളൊരു സ്ഥാപനമാണ്. ഞാൻ വിചാരിച്ചത് ചാലക്കുടി സൂപ്പറാണ്. ചാലക്കുടിയിൽ, കാരണം ഇവിടുത്തെ ആളുകൾ വളരെ സൂക്ഷ്മബുദ്ധിയുള്ള ആളുകളാണ് ചാലക്കുടിയിലത്തെ. പക്ഷേ ഈ ജാതി മാരണങ്ങൾ പലതും ചാലക്കുടിയിൽ വന്നിപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ചാലക്കുടിക്കാർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് കാറ്റത്ത് പറക്കും. ഈ വക ഇടപാടൊക്കെ പല പരിപാടികളും ഇവിടെ വെള്ളത്തിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഭരണതലത്തിരിക്കുന്ന ചില ആൾക്കാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ ആദ്യ വഴിയിൽ കിടക്കണ പല കാര്യങ്ങളുണ്ട്. മുനിസിപ്പൽ സ്റ്റാൻഡ്, പട്ടിക്കൂട് പോലെയൊക്കെ ആയിട്ട് കിടക്കണ കുറേ സാധനങ്ങൾ, ഇങ്ങനെ കുറേ ചത്ത പദ്ധതികളൊക്കെ ആയിട്ട് കിടക്കണ പരിപാടികളുണ്ട്. അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യക്കടത്താണെന്ന്. ശരിയല്ലേ? മനുഷ്യക്കടത്തല്ലേ? ഒരു വ്യക്തിക്ക് ജോലി വാഗ്ദാനം ചെയ്യുക, ഒരു വ്യക്തി ഒരു ജോലി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനസംഖ്യയുടെ അനുപാതവും തൊഴിലനുപാതവും വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് നിലവിലില്ല. അടച്ചു കിടക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ അടച്ചു കിടക്കുന്ന, നിങ്ങൾക്ക് തന്നെ അറിയാം, ആമ്പല്ലൂര്, കൊരട്ടി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി സ്ഥാപനങ്ങൾ, നന്നായി പ്രവർത്തിച്ചിരുന്ന നിരവധി സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം ആരുടെയോ പൈസ അതുകൊണ്ട്, നികുതി പണം കൊണ്ട് പണിത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കും. ആളുകൾക്ക് ഒന്നാമത് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. പിന്നെ എന്നെ പോലെ ചില അരവട്ടന്മാർ മറ്റുള്ളവർ കാണുമ്പോൾ, അയ്യോ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടല്ലോ, എന്താണ് എന്നുള്ള ഒരു വിഷമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്നെ പോലെ കുറച്ച് പലരും എന്നോട് പറയാറുണ്ട്, അല്ലെന്നെ നീ വേണ്ടാത്ത പണിക്ക് പോകണ്ട, ഇതിനൊന്നും പ്രതികരിക്കാൻ പോകണ്ട, ആളുകൾ നിന്നെ അങ്ങനെ കാണും ഇങ്ങനെ കാണും. ഒരു ദിവസം വെടി തീരുന്നേ നമ്മുടെയൊക്കെ. അതിന് മുന്നേ 4 ആളെങ്കിൽ 4 ആൾ ഓർക്കും, ഇവനൊരു സ്വരെങ്കിലും ഉയർത്തി എന്നുള്ളത്. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്യണം. ഒരു കുട്ടി ജനിച്ച് അവൻ്റെ എത്രയോ വർഷം വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കി, അതിന് നല്ലൊരു ചെലവ്, കാരണവന്മാരുടെ, അത് യോഗ്യതയില്ലാത്ത കാരണവന്മാരാണെന്ന് സൃഷ്ടികർമ്മത്തിന് ഒരുങ്ങണേ. എന്നിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇല്ലാത്ത കാശ് പാടുപെട്ട് കുറ്റങ്ങളെ പഠിപ്പിച്ച്, ചോര നീരാക്കി, കടവും മേടിച്ച് പഠിപ്പിച്ച്, എല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി സെറ്റാവുമ്പോൾ ഇന്നത്തെ ചെലവ് താങ്ങാൻ പറ്റുമോ? നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ താഴെയുള്ളവർക്ക് റേഷൻ കിട്ടുന്ന വിചാരിക്കാം. ലോ ക്ലാസ്, അതിന് കളറ് മാറണം റേഷൻ കാർഡിൻ്റെ.
അല്ലാത്തവർക്ക് അതും പറ്റില്ല. കടിച്ചമർത്തി ജീവിക്കുക, കുടുംബ മഹിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ പേര് അങ്ങനെ ജീവിക്കണവരുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈഫ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണ് പോലും പെണ്ണ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതാ അത് പോട്ടെ. പക്ഷെ ഇന്നത്തെ ഒരു ഇതനുസരിച്ചിട്ട് നല്ല പണമുള്ളവനെ പെണ്ണ് കിട്ടുള്ളൂ. അപ്പൊ പാവങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വിറ്റു പെറുക്കി ഇതുപോലുള്ള ഒരു ഏജൻസികളെ കണ്ട് സമീപിച്ച്, നിരവധി ഏജൻസികളാണ്. ഇവർക്കൊക്കെ ലൈസൻസ് ഉള്ളവരാണ്. ഇതിന് മാനദണ്ഡങ്ങളുണ്ട്. ഗവൺമെന്റ് ഇതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. പക്ഷെ അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. നിരവധി സ്ഥാപനങ്ങൾ. ഒരു അഡ്വക്കേറ്റ് തന്നെ ഇരിഞ്ഞാലക്കുടയിലുള്ളത്, അയാളുടെ കല്യാണ ദിവസം പോസ്റ്റർ പിടിച്ചിട്ട് ആളുകൾ വഴിയിൽ നിന്ന് പ്രതിഷേധിക്കുക, ഈ വക്കീല് ഞങ്ങളുടെ ഇത്ര ലക്ഷം രൂപ തട്ടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കാര്യങ്ങൾ. ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പൊ ഞാൻ പറയുന്നത് ആളുകളുടെ അടുത്ത്, നമുക്ക് നല്ലൊരു പോലീസ് സംവിധാനം ഉണ്ട്. നിങ്ങൾ നാണക്കേട് വിചാരിക്കരുത്. കൃത്യമായിട്ട് പരാതിപ്പെടുക. ഈ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുക, പരാതി കൊടുക്കുക. പരാതി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് മുകളിലുള്ള പരാതിക്ക് പോകണം, ഒരുമിച്ച് നിൽക്കുക. ഇതിപ്പോ ഒരുപാട് പേർക്ക് പറ്റിയതിന്റെ പേരിൽ ഇപ്പൊ ജയഫേസ് എന്നുള്ളതിൽ നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തനാണ് ജയഫേസ്. അയാൾക്ക് എൻ്റെ നമസ്കാരം, നല്ല നമസ്കാരം. ആളും അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യുക, നല്ല നമസ്കാരം എന്ന്. ഓക്കെ, കണ്ടതില് ബാക്കിയുള്ളവരൊന്നും ആ ഫീൽഡില് അങ്ങനെ ആക്റ്റീവ് അല്ല. അപ്പൊ ആളിത് വെളിച്ചത്ത് കൊണ്ടുവന്നു. അപ്പൊ ഗതികെട്ട ഒരു കൂട്ടം ആളുകൾ, ഇവരാൽ പറ്റിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പ്രതികരിച്ചിട്ട് ആ വീഡിയോ ഒന്ന് വന്നു ജയഫേസിൽ. അപ്പൊ ജയഫേസ് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയാം, ചാലക്കുടിയിലെ ഒരു പ്രമുഖ മാധ്യമ ആണ്. ഇനി ചെയ്യേണ്ടത് ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഗൾഫിൽ വെച്ചിട്ട് നല്ല ജോലി, ഞാൻ അധ്യാപകന് ചേർന്ന കുറച്ച് ഭാഷാ പ്രയോഗങ്ങളല്ല എൻ്റെ ചില സമയത്ത് ഓക്കെ, എങ്കിലും ഞാൻ പറയാണ്. അവിടെ വെച്ചിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞോടാ, ഇങ്ങനെ UK ഒരു ടീം ആൾക്കാരെ, അപ്പൊ ദുബായ്, അപ്പൊ എൻ്റെ വിചാരം ദുബായിൽ ഇതൊന്നും ഉണ്ടാവില്ല, കാരണം ഭയങ്കര സെറ്റപ്പാണല്ലോ. ദുബായൊക്കെ ഭയങ്കര സുരക്ഷിതം ആയിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം മസാജ് സെന്ററുകൾ ഉണ്ടെങ്കിൽ കൂടിയും നല്ല സുരക്ഷിതത്വം ഉള്ള സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ അങ്ങനെ പോയി അവിടെ പോയി രജിസ്റ്റർ ചെയ്തു. എൻ്റെ 1 മാസത്തെ ശമ്പളം കൊണ്ടവർ പോയി. പിന്നെയാണ് മനസ്സിലായേ, എൻ്റെ 1 മാസത്തെ ശമ്പളം ചിലപ്പോൾ 4 മാസം കൊണ്ട് ഉണ്ടാക്കണ ജോലിക്കാരൊക്കെ ഉണ്ട് അവിടെ. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനത്തെ ജോലി ഉണ്ടായിട്ട് ആ 1 മാസത്തെ ശമ്പളം ഗോവിന്ദ. പിന്നെ പോയി നോക്കിയപ്പോൾ ഉണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. അതോ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് തരുണി മണികളാണ് അവിടെ ഇരിക്കുന്നത്. റിസപ്ഷൻ തുടങ്ങി അങ്ങട് വരൂ സാർ, ഇവരുടെ ഒരു ഭാഷയുണ്ട്, വരൂ സാർ, നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വിലയിരുത്തലുകളും ഒക്കെ. പിന്നെ ഇംഗ്ലീഷാ, ഒരുമാതിരിപ്പെട്ടവരതിൽ വീഴും. അപ്പൊ ഇതില് ഒരു തരം മറയോടുകൂടി സംസാരിക്കുക, ഇവരതിൽ പിടിച്ചിരുത്താനുള്ള ഒരു സംഭവം. ചിലപ്പോൾ ഈ പെൺകുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല ഇതിന്റെ തലപ്പത്തിരിക്കണത് കോഞ്ഞാട്ടയാണ്. അപ്പൊ അങ്ങനെ നിരവധി ആളുകൾ അവിടെ വന്ന് പൈസ പോയിട്ടുള്ളത്. ഞാൻ അവിടെ ആ ഫ്ലാറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ പറയണ് അമ്പരചുംബികളായ ഫ്ലാറ്റുകളാണ്. ഈ സ്ഥാപനം ഇവിടുന്ന് പോയി ഇനി അവർ തിരിച്ചു വരില്ല, പക്ഷെ അവരുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ രാത്രിക്ക് രാമനെ പോയേക്കണെന്ന് അർത്ഥം. അയ്യോ, അവിടെ ഒരു കുട്ടീനെ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ വിളിച്ചപ്പോൾ പറയണ, എൻ്റെ പൊന്നു സാറേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം എന്നുള്ളത്. അപ്പൊ നമുക്കും പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ദുബായിൽ വെച്ച് കിട്ടിയപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം പറയാനുണ്ടോ? ഇതുപോലെ തട്ടിപ്പ് നടത്തണം നിരവധി സ്ഥാപനങ്ങൾ. ഇവർക്ക് പല ലൈസൻസ് ഉണ്ട്. പിന്നെ ഇവരുണ്ടാക്കുന്ന കുറെ നിയമാവലികളുണ്ട്. ഇവർ കുറെ കോൺട്രാക്ട് എഴുതി ഇത് ആദ്യം തന്നെ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. പിന്നെ അത് ഭരണഘടനയാണല്ലോ ഇവരെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ODAPEC പോലെയുള്ള ODEPC പോലെയുള്ള സ്ഥാപനങ്ങൾ, വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളുള്ളോ ഈ ആളുകളെ സെലക്ട് ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. കൂണ് പോലെ മുളച്ചു പൊന്തിയിരിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങൾ, കൂണ് പോലെ. കാരണം എന്താ, ഇത് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യന്റെ അധ്വാനത്തിനെ എടുത്ത് ആ പണം എടുത്ത് പുട്ടടിച്ച് നടക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഈ ഏജൻസികൾ ചെയ്യണത്. വളരെ കുറച്ച് പേര് മാത്രമേ കൊണ്ടുപോകണുള്ളൂ. എല്ലാവർക്കും പൈസ വേണം. ഒരാളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വേണ്ടത്, ഒരു സ്ഥാപനത്തിന് ഒരു എംപ്ലോയിന് ആവശ്യമുണ്ടെങ്കിൽ അവൻ പൈസ കൊടുത്ത് കൊണ്ടുപോകണം. ഇനി കുറച്ച് നേരായ വഴിക്ക് പറയുകയാണെങ്കിൽ, ഞാൻ ദുബായിൽ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്
പാവപ്പെട്ട ഗെയിം കളിച്ച് കൊതി തീരാത്ത പാവപ്പെട്ട ചെറിയ കുട്ടികൾ, അതായത് +2 ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പൈതങ്ങൾ, അവരെ കൊല്ലത്തുള്ള കുട്ടികളാണ്. നല്ല സ്നേഹമുള്ളവരെ. കൊല്ലംകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പറിച്ചു തരുന്നവരാ. ആൾക്കാർ പറയും അത് കൊല്ലംകാർ അങ്ങനെയാണ്, പക്ഷെ എൻ്റെ അനുഭവത്തിലല്ല. പക്ഷെ കൊല്ലംകാരനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പണി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ മുന്നേ അറിയും. അതിനൊരു ബുദ്ധിയുള്ള കൂട്ടരാ. അപ്പൊ അവര് കൊല്ലംകാരെ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ അവിടെ തന്നെയുള്ള ഈ ഞാഞ്ഞൂള് മൂത്ത് മൂർഖനായ കുറച്ച് ടീമുകളുണ്ട്. അവർ ഈ കുട്ടികളെ, ഈ സ്കൂളിൽ തന്നെയുള്ള കുറച്ച് ടീമുകൾ, അവര് ഈ കുട്ടികളെ ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാം. ഇവരെ 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ട്, എവിടെ ചെറിയ തുകയല്ല, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ ബോസായിട്ട് നടക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിൽ അവിടെ വർക്ക് ചെയ്യണവരുണ്ടല്ലോ, ഇതിന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ പറയും ഞാൻ പറഞ്ഞത് നുണയാണെന്ന് പറയും. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറയും നുണയാണ് ഇയാൾ പറയണെന്ന് പറ. ഇതിന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. മൂക്കിൻ്റെ താഴെ രോമത്തിന്. അപ്പൊ സത്യം പറയാ. അപ്പൊ ആ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് ക്ലീനിങ്ങിലെ കൊണ്ടുവരുന്നേ. ഒരു മാസം ശമ്പളം എന്ന് പറഞ്ഞാൽ 1500 ദിർഹമാണ് കിട്ടണത്. താമസമൊക്കെ കോഴിക്കൂട്ടിൽ കിടക്കണ പോലെ തന്നെയാണ്. അതും സ്വർഗമാണ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അവരെ കൂടെ ഞാനും കടത്തിരുന്നേ. എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു തുക മേടിക്കുക. ആ കിട്ടുന്ന കാശ് കൊണ്ട് നല്ല മൂക്കറ്റം കുടിച്ച് കൂത്താടി നടക്കണ ഒരുവിധം ടീമുകളൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ഈ കുട്ടികളെയും കുടി പഠിപ്പിക്കും അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഇവരവരുടെ കമ്പനിയായി. പിന്നെ ഒരു പ്രത്യേക സ്നേഹം വരും. അങ്ങനെ ഇവരുടെ ചോര ഊറ്റി കുടിച്ച് വലിയ ആൾക്കാരായിട്ട് ഈ കാശൊക്കെ ഗതി പിടിക്കടോ. മനസ്സിലായ? ഇത് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഗ്യാരണ്ടി ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമന്റിൽ ഇടാം. മനസ്സിലായ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നുണയാണ്, ഇത് പറയാൻ പാടില്ല. കാരണം സ്ത്രീധനത്തിന്റെ കാര്യം പോലെയാണല്ലോ, ഇത് പറയാൻ പാടില്ല. എന്തിനാടോ മനുഷ്യരെ പറ്റിച്ച കാശ്? മലയാളീനെ തന്നെ പറ്റിക്കുക. മലയാളീനെ തന്നെ പറ്റിക്കുക. ഇന്ത്യക്കാരനെ തന്നെ പറ്റിക്കുക. എങ്ങനെ? മറ്റൊരുത്തനെ കൊന്നിട്ടായാലും അവന്റെ കാശ് എടുത്തിട്ട് നമുക്ക് എന്തോരം കുഴിമന്തി കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു മനുഷ്യന്റെ അധ്വാനം. അപ്പൊ നമ്മൾ ഇതിന് കുറെ വാചകം അടിച്ചുകൊണ്ട് കാര്യമില്ല. ഗവൺമെന്റിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള നല്ല മോണിറ്ററിംഗ് ഉള്ള കൃത്യമായിട്ടുള്ള വെൽ മോണിറ്റേർഡ് സിസ്റ്റം, വി നീഡ് എ വെൽ മോണിറ്റേർഡ് സിസ്റ്റം ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അവർ അപ്കമിങ് ജനറേഷൻ. നമുക്ക് ആവശ്യമുണ്ട്. വി നീഡ് ദാറ്റ്. ഓഫ് കോഴ്സ് വി നീഡ് ദാറ്റ്. നമുക്കത് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് പേരുടെ മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. പലരും നല്ല തുക പോയിട്ട് നാണക്കേട് വിചാരിച്ച് പുറത്ത് പറയാണ്ടിരിക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നാണക്കേടിലൂടെ പൈസ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാവണ്. നമ്മുടെ യോഗ്യതയുള്ള ജോലി കിട്ടുമ്പോഴൊക്കെ തന്നെ ഉണ്ടാവണ്. മനസ്സിലായ? ഒരുത്തനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ കമ്മീഷൻ മേടിച്ച് കൊണ്ടുപോകണം. എത്രയോ ഉണ്ട്, അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഇതിനെതിരൊക്കെ ഗതി കെട്ടട്ടുന്ന ആളുകൾ പോകണം. എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. വിദേശ നാണ്യം ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വിദേശ നാണ്യം ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പോയി പണിയെടുക്കണവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണ്ടേ? അവിടെ കടന്ന് മയ്യത്തായാൽ തന്നെ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവിടെയുള്ള സമാജം പിരിവെടുക്കണം. അങ്ങനത്തെ എത്രയോ കേസുകൾ ഞാൻ കാണുന്നു. ഗവൺമെന്റിന് ഇപ്പോഴും ഒരു സിസ്റ്റം ഇല്ല. ഭരണതലത്തിൽ പിന്നെ ഇത്തിരി സമ്മർദ്ദം വരണം മറ്റേതുമ്മ. അപ്പോൾ ഇവർ അവിടെ നിന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മീറ്റിംഗ് ഒക്കെ വെക്കുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണം. അപ്പൊ പിന്നെ കേന്ദ്ര തലത്തിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ. ജോലിക്ക് പോണവൻ എങ്ങനെയെങ്കിലും പൊക്കോളണം. എങ്ങനെ ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് തൊഴിൽ ചൂഷണങ്ങളെന്നോ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുക. കാണുന്നവർ ഇതിൽ ഒത്തിരി മനുഷ്യ സ്നേഹമുള്ളവരുണ്ടെങ്കിൽ എന്നിട്ട് നമുക്കൊരു പേജ് പോലെ തുടങ്ങിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൽ റിപ്പോർട്ട് ചെയ്യുക. കൂട്ടായിട്ടൊരു ഒപ്പ് ശേഖരണമൊക്കെ നടത്തി നമുക്ക് ഗവൺമെന്റ് തലത്തിൽ സമർപ്പിക്കാം. ഞാൻ മുന്നിൽ നിൽക്കാം. നമ്മൾ ഒറ്റാൻ തടി, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ശേഷിയുള്ള, ഞാൻ പറഞ്ഞില്ലേ മീശ ഈ രോമുള്ളവരുണ്ടെങ്കിൽ ഒപ്പം വേണമെങ്കിൽ പോരെ, നമുക്ക് ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്താം. ഇനിയൊരു ആളുടെ പൈസ ഇതുപോലെ പോകാനോ ഇഷ്ടംപോലെ കംപ്ലൈന്റുകളെ അയക്കണേ, ഇഷ്ടംപോലെ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല ഊർജ്ജസ്വലരായിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്ത്. നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരാളുടെ കണ്ണീര് വീഴാൻ പാടില്ല. എല്ലാ മന്ത്രിമാര് ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക.
നമ്മളുടെ ഊർജം നശിച്ചിട്ടില്ല. നമ്മുടെ കേരളം എന്നല്ല ഞാൻ പറയണത്, നമ്മുടെ ഭാരതത്തിനൊരു ഭാവിയുണ്ട്. അത് നമ്മുടെ കൈകളിലാണ്. ഊർജ്ജസ്വലതയും ധൈര്യവും ദീർഘവീക്ഷണമുള്ള ആളുകളുടെ കയ്യിലാണ്. അതിന് ഭയങ്കര ബുദ്ധിയല്ല വേണ്ടത്. മറ്റൊരുത്തൻ്റെ വേദന കാണുമ്പോൾ അത് എൻ്റെ വേദനയായിട്ട് എനിക്ക് തോന്നണം. അവിടെ ഒരുത്തൻ കരയണ കാണുമ്പോൾ അയ്യോ ഈ അവസ്ഥ എനിക്കായിരുന്നെങ്കിൽ എന്ന് തോന്നണം. ഇവിടെ ജാതി, രാഷ്ട്രീയം, വേറെ അങ്ങനെയുള്ള ഒന്നുമില്ല. പ്യുവർ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, നമുക്ക് അടുത്ത പ്രവർത്തനങ്ങൾ തുടങ്ങാം. എന്തായാലും ഞാനതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരാളുടെ പൈസ ഇതുപോലെ പോകരുത്. വിദ്യാർത്ഥികൾക്ക് ഒരു ഭാവിയുണ്ട്, നല്ല ജോലി വേണം, ഗവൺമെൻറ് തലത്തിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടാവണം. വിദേശ നാണ്യം അങ്ങോട്ട് വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്, അപ്പോൾ ഇവന് അങ്ങോട്ട് ചിലത് ചെയ്തു കൊടുക്കണം. അവനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ ഇതിൽ വേണം. പുറത്തുണ്ടോ, കേരളത്തിന് പുറത്തുണ്ടോ എന്ന് നമ്മൾ നോക്കണ്ട, ഇവിടെ നിന്ന് തുടങ്ങാം. ഗാന്ധിജി എന്താ പറഞ്ഞേക്കണേ? ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ മാറ്റം നിന്നിൽ നിന്ന് ആരംഭിക്കണം എന്ന്. അതുപോലെ ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി വരെ പ്രവർത്തിക്കുക. ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവാൻ നിബോധാത്. അപ്പൊ നമുക്കൊന്ന് ശ്രമിക്കാം. ഓക്കെ, കാണാം.